നമസ്കാരം, ഞാൻ വിനോദ്. പൈനി സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നിൽ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെ ഗുണനം എളുപ്പവഴി, അല്ലേ? എളുപ്പവഴിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ സാധാരണ ഇതുണ്ടോ, 21 ഗുണം 51. നമുക്ക് സാധാരണ ഇതിൽ ഗുണിക്കണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ. 21 ഗുണം 51, 1 ഗുണം 1, ഓ 2 2, ഐ 1 5, ഐ 2 10. എന്തെന്നെ ഇതിങ്ങനെ ഗുണിച്ചിട്ട് ഇനി കൂട്ടണം. 1 5 2 7, 0 10 71. ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം, അല്ലേ? ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്താൽ കാണിച്ചു തരാം. ഈ ഒന്നല്ലേ, ഒറ്റയുടെ സ്ഥാനത്ത് 2 1ആണല്ലോ. ആ 1 ഇങ്ങോട്ട് ഇറക്കിയിരുന്നു. 5ഉം 2ഉം കൂടെ കൂട്ടണം. എത്രയാണ്? 7. ഇനി 5ഉം 2ഉം കൂടെ ഗുണിക്കണം. 2 10. ഉത്തരവായി. ഈ സ്റ്റെപ്പ് പോലെ ചെയ്യണോ? ഒന്നും വേണ്ട. എങ്ങനെയാ ചെയ്യണ്ടേ? 1 ഇറക്കി എഴുതി, 5ഉം 2ഉം കൂടെ കൂട്ടി 7 എന്ന് എഴുതി, 5ഉം 2ഉം കൂടെ ഗുണിച്ച് 10 എന്ന് എഴുതി. തീർന്നു. ഇത് നോക്കാം. 1ആണല്ലോ ഒറ്റയുടെ സ്ഥാനത്ത്. 1 ഇറക്കി എഴുതി, 7ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 13. 13 മുഴുവൻ എഴുതല്ലേ. 13 3 ശിഷ്ടം ഇവിടെ 1 എഴുതി. 6 × 7 എത്രയാണ്? 42. 42 1 43. ആ ശിഷ്ടവും കൂടെ 1 കൂട്ടണം. അത്രയേ ഉള്ളൂ. ഇത് നോക്കിക്കേ. ഈ 1 അതേ ഇവിടെ ഇറക്കി എഴുതി. പിന്നെ 8 4 12ന് 2. ശിഷ്ടം എത്രയുണ്ട്? 1. ഇവിടെ 1 എഴുതി. 4 8 32. ഈ 4 8ഉം കൂടെ ഗുണിക്കണം, അല്ലേ? 4 32 1 33. ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെയുള്ള ക്രിയകൾ ചെയ്യാതെ തന്നെ ഉത്തരം എഴുതാം. അടുത്ത സംഖ്യ നോക്കാം. 1 ഇറക്കി എഴുതി. പിന്നെ 9 9 എത്രയാണ്? 18. 18ന് 8 ശിഷ്ടം 1 ഇവിടെ എഴുതി. പിന്നെയോ 9 9 കൂടെ ഗുണിക്കണം, അല്ലേ? 9 9 81 1 82. അപ്പം 1 ഇറക്കി എഴുതി. 9 9 കൂട്ടി 18ന് 8 ശിഷ്ടം 1 9 9 81 1 82. ഇതായിരിക്കും ഉത്തരം. അപ്പം ഒറ്റയുടെ സ്ഥാനത്ത് 1 വന്നാലുള്ള രണ്ടക്ക സംഖ്യകൾ ഗുണിക്കുന്നതിനുള്ള എളുപ്പവഴി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.